നഴ്സുമാരോട് വരാൻ പോകുന്ന ഇനി സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ചേച്ചിക്ക് കൊടുക്കാൻ പറ്റിയൊരു ഒരു ഉപദേശം, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണലി ചൂസ് ചെയ്യാൻ പോകുന്ന ആളുകൾക്കുള്ളൊരു ഉപദേശം എന്തായിരിക്കും? നിങ്ങൾ യു കെയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് കൺട്രീസിൽ പോയാലും, നിങ്ങൾ ഏത് ട്രസ്റ്റ് ജോയിൻ ചെയ്താലും ആ ട്രസ്റ്റ് ചെന്നിട്ട് അവിടുത്തെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരിക്കലും ബാക്കിലോട്ട് മാറി നിൽക്കരുത്. ഞങ്ങൾക്കൊക്കെ പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, ബാൻഡ് 5 ആയിട്ട് വർക്ക് ചെയ്യുന്നു, അങ്ങനെ കുറേ വർഷങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും. ഞാൻ അറിഞ്ഞ എൻ്റെ ഫീൽഡിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് വർഷങ്ങളായിട്ട്, അതായത് 15 വർഷമായി, 20 വർഷമായി, അവർ ബാൻഡ് 5 ആയിട്ട് തന്നെ വന്ന ആ ലെവലിൽ തന്നെ നിന്ന് അവർ വർഷങ്ങളായിട്ട് അങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നു. അങ്ങനെ ഒരിക്കലും ആവരുത്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫീൽഡിൽ നിങ്ങൾക്ക് എന്ത് കരിയർ പ്രോഗ്രഷനാണ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാറണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ അതായത് പഠിക്കണമെങ്കിൽ, നമുക്ക് MSc എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ PhD എടുക്കണമെങ്കിൽ, അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ സീനിയർ ലെവലിലുള്ള ആളുകളോട് സംസാരിക്കുക, എന്നിട്ട് അത് പഠിക്കുക. അല്ലെങ്കിൽ കരിയർ പ്രോഗ്രഷനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യാൻ നോക്കുക.